ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു കല്യാണം ഉണ്ട്. നമ്മളെ ലക്ഷ്യം എന്താണെന്നറിയാലോ? ഫുഡ് അടിക്കൽ തന്നെ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അത്രയും നല്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. എന്റെ നോക്കുമ്പോൾ പൈനാപ്പിൾ ഒന്നേ ഇല്ലു. അപ്പൊ അത് ഞാൻ ഇതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് നോക്കിനെ. കാരണം അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ അതൊരു ഗ്ലാസ് കുടിച്ചിനെ. അതിന്റെ അപ്പുറത്ത് തന്നെ ചായന്റെ സെക്ഷൻ ഉണ്ട്. അത് നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. സംഭവം കയറി വരുമ്പോൾ തന്നെ വലത്തുഭാഗത്ത് ഫുള്ള് ഫുഡിന്റെ കൗണ്ടർ. അങ്ങനെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയിനെ. ആൾക്കാരെ ഒന്ന് കണ്ണുവപ്പിക്കണ്ടേ. അവിടെ പോയി ഒന്ന് തിരിഞ്ഞാഴ്ചിട്ട് നേരെ ഫുഡ് സെക്ഷനിലേക്ക്. ഭയങ്കര തിരക്കേനുവേ. നമുക്ക് പിന്നെ എന്ത് തിരക്ക് വന്നിന്. നേരെ പ്ലേറ്റ് എടുത്തിട്ട് ഫുഡ് വാങ്ങാൻ നിന്നിട്ടുണ്ട്. ആദ്യം ഒരു പൊറോട്ടയും ചിക്കന്റെ സ്റ്റൂ ആണേ വാങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബിരിയാണിയും അതിന്റെ പീസും വാങ്ങി. പീസ് എന്റെ പ്ലേറ്റിലേക്ക് വരാൻ തോന്നും അടിപൊളി. അതുകൊണ്ട് അതിനെ തന്നെ കോരിയിട്ടോന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. പിന്നെ നമ്മളെ ചിക്കൻ പീസ് അതൊന്നും കൂടി വേണമെന്ന് പറഞ്ഞോണ്ട് പിന്നെ വിട്ടാൻ തന്നെ. അങ്ങനെ ചോദിക്കണോ എന്നാലും തരും. പിന്നെ കുറച്ച് സലാഡ് ഉണ്ടേനോ. പിന്നെ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് കുറച്ച് എടുത്തിനെ. അങ്ങനെ ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. സംഭവം കിട്ടില്ല ഫുഡ്. അങ്ങനെ അതങ്ങ് കഴിച്ച് വയറ് ഫുൾ ആയില്ല എന്ന് കണ്ടോണ്ട് പിന്നെ രണ്ടാമതൊരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് റൈസും ചിക്കനും വാങ്ങിനെ. ആദ്യത്തെ ഒരു കൊട്ടാന്ന പോട്ടെ. അതുകൊണ്ട് രണ്ടാമത് നല്ല പീസ്. പിന്നെ നമ്മളെ ചിക്കൻ പൊരിച്ചു. രണ്ടാമത് ഇടാൻ പറഞ്ഞാൽ അയ്യേച്ച് ചെറിയ പീസ് മാറ്റിയിട്ട് വലിയൊരു പീസ് തന്നെ ഇട്ടാണ്. അല്ലെങ്കിൽ വളമ്പുന്ന ആൾക്കാരിൽ ഇങ്ങനെ ആയിരിക്കണം. അതും നമ്മൾ മെല്ലെ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ ലഗോൺ ബിരിയാണി തിന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. അത് ചെറിയ ചെറിയ കൊട്ടുണ്ടാൻ ചാൻസ് ഉണ്ട്. കൊണ്ടൊക്കെ എല്ലാം വെച്ചിട്ട് പിന്നെ പറട്ട് കാര്യമുണ്ട്. അതുകൊണ്ട് ബിരിയാണി കിട്ടിയ വെക്കർക്ക് ഭാര്യ പുതുക്കാൻ നിൽക്കും. അത് കഴിച്ച് നിൽക്കുമ്പോൾ അന്ന് സീറ്റ്സ് കണ്ടത്. അപ്പോൾ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചല്ല. ഫ്രഷ് ആയിട്ട് ജിലേബി ഉണ്ടാക്കുന്നുണ്ടല്ലോ. എങ്ങനെ അപ്പോൾ എടുക്കാണ്ട് കൊണ്ട് ഒരു ചെറിയ പീസ് എടുത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ചായ കണ്ടില്ലല്ലോ. അത് മിസ്സാക്കറല്ലോ. അതുകൊണ്ട് എന്തോ ഒരു വാലറ്റ് കളറുള്ള ചായ കുടിച്ചു. പേര് ഞാൻ ചോദിച്ചിരുന്നു, എന്നോട് മറന്നു കേട്ടോ. അങ്ങനെ അതും നമ്മൾ ഊതി ഊതി കുടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടിന്. അപ്പോൾ ഓക്കെ ശരി.